ഇപ്പോൾ പാർട്ടി പൂർണ്ണമായും ഇങ്ങനെ ഒരു ആത്മകഥയേ ഇല്ല, ഇത് ഇപിയുടെ വരികളല്ല എന്ന് പറയുകയാണ്. പക്ഷേ ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇപിയോട് ചോദിക്കുന്നുണ്ട്, ഈ പുറത്തു വന്നിരിക്കുന്ന ഈ PDF അത് വായിച്ചോ എന്ന്. അതിൽ ഏതെങ്കിലും പേജ് താങ്കൾ എഴുതിയതാണോ? അതായത് അദ്ദേഹം ഇത് പരിശോധിക്കാൻ കൊടുത്തൊരു വ്യക്തിയുണ്ട്, ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്. ആ മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ നിന്നത് പുറത്തു പോയതാണോ എന്നുള്ളതിലടക്കം പരിശോധന വേണമല്ലോ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ എന്റെ കയ്യിലേക്ക് ആ PDF എത്തിയിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല, ഞാനത് പരിശോധിച്ചിട്ടില്ല എന്നാണ് ഇപി പറയുന്നത്. അത് തന്നെയാണ്, ആ അവ്യക്തതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വളരെ ഈ ആത്മകഥാ അംശമുള്ള ഭാഗങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും സുപ്രധാനമായ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അതിൽ 65-ൽ കുടുംബം അനുഭവിച്ച പട്ടിണി പറയുന്നുണ്ട്. പേരെടുത്തുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ സ്വാധീനിച്ച വ്യക്തികളുടെ പേരെടുത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രങ്ങൾ, മുതിർന്ന നേതാക്കളുമായി, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി ഇ പി ജയരാജൻ പങ്കെടുത്ത ചടങ്ങുകളിലെ ചിത്രങ്ങൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ സ്വകാര്യമായ പല ഘട്ടങ്ങളിലുള്ള ചിത്രങ്ങൾ വരുന്നു, അനുഭവങ്ങൾ വരുന്നു. ആ അനുഭവങ്ങൾ വരുമ്പോൾ അത് ഇ പി ജയരാജൻ എഴുതിയതല്ലേ എന്നുള്ള സംശയം പാർട്ടിക്കുള്ളിൽ തന്നെ പലർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് ചർച്ചയാകാത്തത് ഏറ്റവും പ്രധാനമായും തിരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഘട്ടത്തിൽ ചർച്ചയാക്കണ്ട എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വിശദീകരണം തേടാൻ പാർട്ടി തുനിയുന്നതും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇത് പാർട്ടി ഈ പറയുന്നത് പോലെ ആത്മകഥയിലേക്ക് മാത്രം ഇതിനെ ചുരുക്കി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പാർട്ടി നേരത്തെ ഉന്നയിച്ചൊരു പ്രശ്നം അത് ജാഗ്രതക്കുറവ് എന്നുള്ള കാര്യം തന്നെയാണ്. പല ഘട്ടങ്ങളിൽ പല വിഷയങ്ങളത് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് LDF കൺവീനർ സ്ഥാനം പോലും നഷ്ടമാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആ ജാഗ്രതക്കുറവ് ഇവിടെയും തുടർന്നോ എന്നുള്ള സംശയമാണ് പാർട്ടി അണികൾ പലർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിശദീകരണം തേടേണ്ടത്. കാരണം ഇത്തരത്തിൽ ഒരു ഭാഗം എഴുതി നൽകുമ്പോൾ അല്ലെങ്കിൽ പുറത്തു വരുമ്പോൾ അത് കൃത്യമായി പ്രസാധകരോട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏൽപ്പിച്ച മാധ്യമപ്രവർത്തകരോട് മറുപടി പറയാൻ സന്നദ്ധമാക്കേണ്ട ചുമതല പോലും ഇ പി ജയരാജനുണ്ട്. അതിന് തയ്യാറാകുന്നില്ല. ഇത് വായിച്ചില്ലെന്ന് മാത്രം പറയുന്നു. ഒപ്പം ഇതിന് കൃത്യമായി മറുപടി പറയുന്നു, നിയമ നടപടിയിൽ കടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരണം തേടാനിരിക്കുന്നതായി. രാഹുൽ, ഒരു കാര്യം കൂടി, ഇപ്പം DGPക്ക് പരാതി നൽകിയതായി പറയുന്നു. ആ പരാതിയിൽ എവിടെയും DC ബുക്സ് എന്നൊരു പരാമർശമില്ല എന്നുകൂടി അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഗുരുതരമായ ഇന്നലെ ഇപി പറഞ്ഞത് ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തിയത് DC ബുക്സ് ആണെങ്കിൽ താൻ ഒരു തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും DC ബുക്സ് എന്നുള്ള ഒരു പരാമർശം ഇല്ലാതെ പോയത് ആ പരാതിയിൽ? തീർച്ചയായും ഇ പി ജയരാജൻ ആദ്യഘട്ടം മുതൽ പറയുന്നത് ആരുമായി കരാർ ധാരണയിൽ എത്തിയിട്ടില്ല. കാരണം 2 പ്രസാധകരെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്, ചർച്ചകളുണ്ടായിരുന്നു. ഞാൻ മുഴുവൻ ഭാഗങ്ങളും എഴുതി തീർത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടൊരു മാധ്യമപ്രവർത്തകനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിയോഗിച്ചതെന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും ഇത് പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പരാതിയിൽ പോലും പരാമർശമില്ലെന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് ഇവ നിർമ്മിതിയിലെ സാങ്കേതിക കാരണങ്ങൾ മൂലം ഈ പ്രകാശനം മാറ്റിവെക്കുന്നുള്ള മറുപടിയും DC വരുന്നു. അപ്പോൾ ഇത് രണ്ടുമായി ഇത് ചേരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് അല്പം കൂടി പ്രസാധകർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നിർമ്മിതിയിലെ സാങ്കേതിക കാരണം മൂലം ഇത് മാറ്റിവെക്കുന്നു എന്ന് ഒരു വശത്ത് ഒരാൾ പറയുമ്പോൾ ഇപ്പുറത്ത് ആരുമായും ധാരണയില്ല, ഈ PDF ഞാൻ എഴുതിയതല്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അത് അച്ചടിക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരേപോലെ ചേരുന്നില്ല എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സാങ്കേതികമായി ഇ പി ജയരാജൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്, വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് മാത്രമാണ്. സാങ്കേതികമായി അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാമെങ്കിൽ പോലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ജാഗ്രതക്കുറവ് അത് കാലങ്ങളായി പല വിഷയങ്ങളിൽ പാർട്ടി കടുത്ത സമീപനം ഇ പി ജയരാജനോട് നടത്തിയതാണ്. അത് ആ ജാഗ്രതക്കുറവ് തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള സംശയമാണ് പാർട്ടി അണികൾ പലർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗൗരവകരമായ പരാമർശങ്ങളുള്ള ഒരു PDF പുറത്തു വരുമ്പോൾ അത് നിഷേധിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി വിശദീകരണം നൽകേണ്ടത് സ്വാഭാവികമായും DC ബുക്സ് ആണ്. 50 വർഷത്തിലധികമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആളുകൾ പുസ്തകം എഴുതുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന പ്രസാധകർ എന്ന നിലയ്ക്ക് DC ബുക്സ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വിശദീകരണം നൽകേണ്ടതാണ്. ഈ PDF DC ബുക്സിന്റെ കയ്യിൽ നിന്നാണ് പുറത്തു വന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. അവരെ സംബന്ധിച്ച് അങ്ങനെ അവർ ചെയ്യുമോ എന്നുള്ളതും സംശയമാണ്. കാരണം ഇ പി ജയരാജനെ പോലെ പൊളിറ്റിക്കൽ പ്രൊഫൈലുള്ള ഒരാളുടെ ആത്മകഥ PDF ആയി പുറത്തേക്ക് വന്നാൽ പിന്നെ അത് ആര് വായിക്കാനാണ്? അവർക്ക് അതിൽ എന്ത് ലാഭമുണ്ടാകാനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത് പുറത്തു വിട്ടു എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരു തരത്തിലുള്ള കരാറും ഇ പി ജയരാജൻ DC ബുക്സുമായി ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇ പി ജയരാജന്റെ ആത്മകഥ ഉടൻ അപ്രിയ സത്യങ്ങൾ തുറന്നു വരുന്നു എന്നുള്ള രീതിയിൽ ഒരു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് കൂടി ഈ DC ബുക്സ് വിശദീകരിക്കേണ്ടതാണ്. നമ്മൾ അല്പസമയം മുൻപ് രവി DC-യുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഷാർജയിലാണെന്നുള്ളത്. ഷാർജയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുത്തു
പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി കേരളത്തിലുള്ള ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നടത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന.